ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സ്കെല്ലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാലയനിൽ എങ്ങനെയാണ്, ഹിമാലയൻ എന്നല്ല, നമ്മുടെ റോയൽ എൻഫീൽഡ് ബൈക്സിൽ എങ്ങനെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി യൂസ് ചെയ്ത് നമുക്ക് മാപ്പ്, അതായത് നാവിഗേഷൻ വണ്ടിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പത്തെ ചാനൽ നമ്മളിപ്പോൾ കയ്യിൽ നിന്ന് വിട്ടു എന്നല്ല, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എനിക്കിനി ആ ചാനൽ തുടരാൻ പറ്റില്ല, എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല ആ ഒരു ഇമെയിൽ വെച്ചിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചാനൽ പോയി. ഏകദേശം നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ ചാനലായിരുന്നു. അത് ഏകദേശം കയ്യിൽ നിന്ന് പോയി. ഇതിപ്പോൾ പുതിയൊരു ചാനൽ ഉണ്ടാക്കിയതാണ്. ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരാണ്. അപ്പോൾ നമുക്ക് കാര്യത്തേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് ആവശ്യം ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പാണ്, റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. റോയൽ എൻഫീൽഡ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഫസ്റ്റ് വരുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ തുറന്നാൽ എന്താ കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറയും. ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ഫോണിലേക്ക് ഒരു OTP വരും. OTP നമ്മൾ ജസ്റ്റ് ഇതിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ ഏകദേശം ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്, വണ്ടി, അതായത് നമ്മൾ യൂസ് ചെയ്യണ വണ്ടി നമ്മുടെയാണോ അതോ വേറെ ആരുടെയെങ്കിലും ആണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ കഴിഞ്ഞ് ആപ്പ് ജസ്റ്റ് ഓപ്പൺ ആക്കിയിരിക്കണം. ഇങ്ങനെ ഒരു നെറ്റിന് ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കുറച്ച് ലാഗ് ഉണ്ടാവും. ഏകദേശം 2 മിനിറ്റോ 3 മിനിറ്റിൻ്റെ അടുത്ത് ലാഗ് വരുന്നതായിരിക്കും. ഏകദേശം സംഭവം റെഡി ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നാവിഗേഷനാണ്. അപ്പോൾ നാവിഗേഷൻ തൊട്ടിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്, അപ്പോൾ നമുക്ക് കേരള എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ കേരള ഡെസ്റ്റിനേഷൻ വന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ സിസ്റ്റത്തേക്ക് ഇതൊന്ന് കണക്ട് ചെയ്യേണ്ട വഴി എന്താ വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഇത് ഓണല്ലേ നോക്കുക, അതായത് ബ്ലൂടൂത്ത് ഓണല്ലേ നോക്കുക. ബ്ലൂടൂത്ത് ഓണായിട്ട് ജസ്റ്റ് ഹെൽമെറ്റിൻ്റെ സൈൻ ഉണ്ടല്ലോ, ആ ഹെൽമെറ്റിൻ്റെ സിമ്പിൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഹെൽമെറ്റിൻ്റെ സിമ്പിൾ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഇത് വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. ഇവിടെ റിഫ്രഷ് ചെയ്താൽ വേറെ വണ്ടി വല്ലതും ഉണ്ടോയെന്ന് നമ്മുടെ പരിസരത്ത് നോക്കാം. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഇതാവുകൊണ്ട് നമുക്കിത് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയിൽ വരണമെന്നില്ല, കാരണം ഇതേപോലെ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ജസ്റ്റ് ഓഫ് ചെയ്യുക, വണ്ടി ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഓൺ ആക്കുക. എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്തിട്ട് ഒന്നുകൂടി കണക്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഏകദേശം ഹെൽമെറ്റിൻ്റെ സൈനൊക്കെ വന്ന് ഇപ്പോൾ ഏകദേശം സംഭവം വന്നു. ഇനി നമ്മൾ ഓക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ഗ്രീൻ ടിക്കും കണ്ടു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാക്ക് കൊടുത്തിട്ട് ഇവിടെ ഗെറ്റ് ഡയറക്ഷൻ കൊടുക്കുക. കൊടുത്തിട്ട് ഇതിൽ നാവിഗേറ്റ് കൊടുക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്കിത് വേണമെങ്കിൽ ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് നമുക്ക് പോക്കറ്റിൽ സുഖമായിട്ട് വെക്കാം. പിന്നെ ഇതിലത്തെ സിസ്റ്റംസ് എങ്ങനെയാണ് ചെയ്യാം, ഇതിൽ കണ്ടോ, ഇവിടെ ഒരു ആരോ മാർക്കിൽ ജസ്റ്റ് ഇവിടെ റെഡ് ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ 60 മീറ്റർ ഇത് വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നമ്മുടെ വോൾ കിലോമീറ്ററാണ്, 460 കിലോമീറ്റർ. ഇവിടെ നമ്മുടെ 60 മീറ്റർ വെച്ചിട്ടാണ്, അത് 60 മീറ്റർ കഴിഞ്ഞ് നമ്മൾ തിരിയേണ്ടതാണ് റൈറ്റിക്ക്. അപ്പോൾ ഈ റെഡ് നമ്മൾ സ്ഥലത്ത് എത്താറാകുമ്പോൾ ഈ റെഡ് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇതിലേക്ക് വരും. അപ്പോഴാണ് കറക്റ്റ് നമുക്ക് പൊസിഷൻ ആയി എന്ന് അറിയാം. അതായത് നമുക്ക് ജസ്റ്റ് ഗൂഗിൾ മാപ്പിലൊക്കെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ വഴി കാട്ടുമല്ലോ, ഇതിൽ പക്ഷേ എങ്ങനെയാണ് കാട്ടുക, അതായത് ഈ റെഡ് നമുക്ക് ഫില്ലായി ഇതുവരെ വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇനി ആ ടേണിംഗ് ആണ് നമ്മുടെ ടേണിംഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ശരിക്കും നല്ലൊരു യൂസാണ്, കാരണം മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് പോവുക, വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഫോണിൽ നോക്കിയിട്ട് തന്നെ കാര്യം പറയാം, കാര്യം നമുക്ക് നോക്കാം, സുഖമായിട്ട് റൈഡ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.